ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി റൂമിൽ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി അടുത്ത് വന്ന് ഓരോന്ന് പറഞ്ഞ് രേവതിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. രേവതി ദേഷ്യം വന്ന തലയിണ എടുത്ത് സച്ചിയെ എറിയാൻ തുടങ്ങുമ്പോൾ സച്ചി ഓടി ഹാളിലേക്ക് വരുന്നു. രേവതി പില്ലോ എറിഞ്ഞത് നേരെ ചെന്ന് വീണത് ചന്ദ്രയുടെ മുഖത്താണ്. ഇത് കണ്ട് ചന്ദ്ര, നീ എന്നെ മനഃപൂർവ്വം എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞതല്ലേ, നിനക്കിപ്പോൾ ഇത്തിരി തിളപ്പ് കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ഓരോന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്യുന്നു. അതേസമയം വർഷയാണെങ്കിൽ എങ്ങനെയെങ്കിലും വയറ്റിലെ കുഞ്ഞിനെ അബോട്ടാക്കി കളയണമെന്ന് വിചാരിച്ച് പപ്പായ വാങ്ങിക്കൊണ്ടുവന്ന് ജ്യൂസ് അടിക്കാൻ തീരുമാനിക്കുന്നു. പപ്പായ കഷ്ണങ്ങൾ ആക്കുമ്പോഴേക്കും രേവതി വന്ന് ഞാൻ ജ്യൂസ് അടിച്ചു തരാം എന്ന് പറഞ്ഞ് രേവതി ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു. അത് കുടിക്കുന്നതിന് മുമ്പ് വർഷ, എന്നോട് ക്ഷമിക്കണേ, നിവർത്തിയില്ലാതെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോഴേക്കും ചന്ദ്ര വന്ന് ജ്യൂസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. കണ്ണു തുറന്ന വർഷ ജ്യൂസ് കാണാതെ ചന്ദ്രമതിയുടെ അടുത്ത് പോയി, ആൻറ്റി എൻ്റെ ജ്യൂസ് മോഷ്ടിച്ചു കുടിച്ചുവല്ലേ, ഇത്ര വലിയ മോഷ്ടാവാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് ചോദിക്കുന്നു. മോഷ്ടാവ് എന്ന വാക്കു കേട്ടതും നമ്മുടെ ചന്ദ്രമതിക്ക് ഇളകി. എന്താടി നീ എന്നെ വിളിച്ചത്, ജ്യൂസ് മോഷ്ടിച്ചു എന്നോ എന്ന് പറഞ്ഞ് കൈയോങ്ങി വന്നപ്പോഴേക്കും സുധിയും അത് സമ്മതിച്ചു. അമ്മ മോഷ്ടാവ് തന്നെയാണ്, അമ്മ എന്തിനാ മോഷ്ടിച്ച് ജ്യൂസ് കുടിച്ചത് എന്ന് ചോദിക്കുന്നു. സുധിയും ചന്ദ്രയോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. എന്തായാലും ഇതിനൊരു തീരുമാനം നമ്മുടെ അച്ഛൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞ് സുധി രവിയേട്ടനെ വിളിക്കുന്നുണ്ട്. ഏതായാലും ചന്ദ്രമതി തൊട്ടതെല്ലാം പ്രശ്നമാകുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.